ഇന്നൊക്കെ തന്നെ നമ്മൾ കാണേണ്ടത് KSRTC ഡിപ്പോകളിലടക്കം ബാംഗ്ലൂർക്ക് പോകേണ്ട സ്വിഫ്റ്റ് ബസ്സുകളടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ ചെന്ന് രാവിലെ മുതൽ നിൽക്കുകയാണ്. കാരണം അതിൽ പലരും ടിക്കറ്റ്, ഇപ്പോൾ ബാംഗ്ലൂർക്കൊക്കെ ഉള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഗണേഷ് കുമാർ പറയുന്നു KSRTC ഇതിൽ പങ്കെടുക്കില്ല, KSRTC ഓടുമെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം KSRTC ബസ്സുകളൊന്നും തന്നെ ഓടിയിട്ടില്ല. അഥവാ നാമമാത്രമായിട്ടുള്ള ചില ബസ്സുകൾ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇനി ഓടണമെങ്കിൽ തന്നെ അത് ജനങ്ങളുടെ പുറത്ത് ഇരട്ടി ചിലവാണ്. കാരണം കോൺവോയ് അടിസ്ഥാനത്തിൽ ഫ്രണ്ടിൽ പോലീസ് ജീപ്പും ബാക്കിൽ പോലീസ് ജീപ്പും ഒക്കെ ആയിട്ടൊരു ബസ് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമരമുറകൾ, ബസ്സിന് കല്ലെറിയുക, ബസ് തകർക്കുക, ബസ് കത്തിക്കുക, അപ്പോൾ ഇത്തരത്തിലുള്ള നേരത്തെയൊക്കെ ഈ ബന്ദിൻ്റെ സമയത്തൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ മറ്റേ കല്ലും അതുപോലെ തന്നെ മരക്കുറ്റികളും ഒക്കെ എടുത്തിട്ട് റോഡുകൾ ബ്ലോക്ക് ചെയ്യായിരുന്നു. എന്താണെങ്കിലും ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഭയന്നിട്ട് മിക്ക ആളുകളും തന്നെ ഇറങ്ങില്ല. അപ്പം അങ്ങനെ ഭയപ്പെടുത്തി ഒരു ജനങ്ങളെ ബന്ദികളാക്കുന്ന ഒരു പരിപാടിയായി ഈ സമര രൂപങ്ങൾ മാറി എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം.